പുല്ലൂറ്റു പാലത്തിന് സമാന്തരമായി പുതിയ പാലത്തിന് 46.31 കോടി രൂപയുടെ കിഫ്ബി ഭരണാനുമതി സാങ്കേതിക അനുമതി കൂടി ലഭിച്ചാൽ ടെൻഡർ നടപടികളിലേക്ക് കടക്കും. കൊടുങ്ങല്ലൂർ കീഴ്ത്തോളി ജംഗ്ഷനിലെ ബസ് സ്റ്റോപ്പുകൾ മാറ്റി സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ഒപ്പുശേഖരണം നടത്തി. ഒപ്പുശേഖരണം അപകട സാധ്യത ഏറെയുള്ള ജംഗ്ഷനിൽ ഒരു നിരന്തര പരിഹാരം ഉണ്ടാവണമെന്ന് ചൂണ്ടിക്കാട്ടി. കൊടുങ്ങല്ലൂർ വാർഡ് കൗൺസിലർ VM ജോണിയുടെ നേതൃത്വത്തിൽ നിർധനയായ വീട്ടമ്മ ഉർവശിക്ക് വീട് നിർമ്മിച്ചു നൽകി. ഭവനത്തിന്റെ താക്കോൽദാന കർമ്മം ബെന്നി ബഹനാൻ MP നിർവഹിച്ചു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. 6.5 പതിറ്റാണ്ട് പഴക്കമുള്ള പുല്ലൂറ്റു പാലത്തിന് സമാന്തരമായി പുതിയ പാലത്തിന് 46.31 കോടി രൂപയുടെ പുതുക്കിയ ഭരണാനുമതി കിഫ്ബിയിൽ നിന്ന് ലഭ്യമായി. കഴിഞ്ഞ 10 വർഷത്തെ നിരവധി തടസ്സങ്ങൾ ഒഴിവായി പണം അനുവദിച്ചതോടെ സാങ്കേതിക അനുമതി കൂടി ലഭിച്ചാൽ ടെൻഡർ നടപടികളിലേക്ക് കടക്കും. കൊടുങ്ങല്ലൂർ തൃശൂർ സംസ്ഥാന പാതയിലെ ഏറ്റവും പ്രധാന പാലമാണിത്. 2016 സർക്കാരിന്റെ ബജറ്റ് പ്രസംഗത്തിൽ കിഫ്ബി ഫണ്ട് സഹായത്തോടെ 24.72 കോടി രൂപ ഭരണാനുമതി ലഭിച്ചതോടെ ഭൂമി ഏറ്റെടുക്കൽ നടപടി പൂർത്തീകരിക്കുകയും പൊതുമരാമത്ത് വകുപ്പ് പുതിയ പാലത്തിന്റെ ഡിസൈൻ തയ്യാറാക്കുകയും ചെയ്തിരുന്നു. ഇതുപ്രകാരമാണ് KRFB 46.31 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് സമർപ്പിച്ചതിന് പുല്ലൂറ്റു പാലത്തിന് സമാന്തരമായി പുതിയ പാലത്തിന് ഭരണാനുമതി ലഭിച്ചത്. പ്രളയ സാധ്യത കണക്കിലെടുത്തും ദേശീയ ജലപാത കടന്നു പോകുന്നതിനാലും ഇൻലാൻഡ് വാട്ടർവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പാലത്തിന്റെ നീളം 363.6 മീറ്ററിലും 11 മീറ്റർ വീതിയിലുമായിരിക്കും നിർമ്മിക്കുക. 17 സ്പാനുകളിൽ നടുവിലെ സ്പാനിന് 55 മീറ്റർ ഉയരവും 6 സ്പാനുകൾക്ക് 30 മീറ്റർ വീതം മറ്റു 10 സ്പാനുകൾക്ക് 12.5 മീറ്റർ വീതം ഉയരവും ഉണ്ടാകും. 2 സൈഡുകളിലായി 300 മീറ്റർ അപ്രോച്ച് റോഡ് നിർമ്മിക്കും. എത്രയും പെട്ടെന്ന് ടെൻഡർ നടപടികൾ സ്വീകരിക്കാൻ ബന്ധപ്പെട്ട KRFB ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് VR സുനിൽകുമാർ MLA പറഞ്ഞു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂർ നഗരസഭ കീഴ്ത്തോളി ജംഗ്ഷനിലെ ഇരുവശങ്ങളിലെയും ബസ് സ്റ്റോപ്പുകൾ മാറ്റി സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ഒപ്പുശേഖരണം നടത്തി. അപകട സാധ്യത ഏറെയുള്ള ജംഗ്ഷനിൽ ഒരു നിരന്തര പരിഹാരം ഉണ്ടാവണമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വാർഡ് കൗൺസിലറുടെ നേതൃത്വത്തിൽ ഒപ്പുശേഖരണം നടത്തിയത്. ഇവിടെ ബസ് സ്റ്റോപ്പുകൾ മാറ്റി സ്ഥാപിച്ചില്ലെങ്കിൽ ഗതാഗതം താറുമാറാവുകയും അപകടം കൂടി വരാൻ സാധ്യതയുമുണ്ട്. കീഴ്ത്തോളി ജംഗ്ഷനിൽ ബസ്സുകൾ നിലവിലുള്ള സ്റ്റോപ്പിൽ നിർത്തുമ്പോൾ ഗതാഗത തടസ്സം സൃഷ്ടിക്കപ്പെടുകയും അപകട സാധ്യത കൂടുകയും ചെയ്യുന്നു. പല അപകടങ്ങളും ഈ കാലയളവിനുള്ളിൽ നടന്നിട്ടുള്ളതും ജീവഹാനി വരെ സംഭവിച്ചിട്ടുള്ളതുമാണ്. ഇനിയും ബസ് സ്റ്റോപ്പുകൾ മാറ്റി സ്ഥാപിച്ചില്ലെങ്കിൽ ഗതാഗതം താറുമാറാകുകയും അപകടം കൂടി വരാൻ സാധ്യതയുമുണ്ട്. നിലവിൽ ഈ പ്രദേശം ജനത്തിരക്കേറി വരുന്ന സ്ഥലമാണ്. മാള, പറവൂർ, ഗുരുവായൂർ, എറണാകുളം എന്നീ സ്ഥലങ്ങളിലേക്കുള്ള യാത്രക്കാർ ഏറി വരുന്നതുകൊണ്ട് അപകട സാധ്യതയും കൂടി വരുന്നു. എറണാകുളം പറവൂർ ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ നിർത്തേണ്ടത് നിലവിൽ നിർത്തുന്ന ബസ് സ്റ്റോപ്പിൽ നിന്ന് 100 മീറ്റർ മുന്നോട്ട് പോയിട്ടാണ്. ഗുരുവായൂർ, കൊടുങ്ങല്ലൂർ ഭാഗങ്ങളിലേക്ക് പോകേണ്ട ബസ്സുകൾ മിനി സിവിൽ സ്റ്റേഷന്റെ എതിർവശത്തുള്ള വിശാലമായ റോഡരികിൽ നിർത്തേണ്ട സാഹചര്യം ഒരുക്കണം. എന്നാൽ മാത്രമേ ഈ അപകട പരമ്പരകൾക്ക് ഒരു പരിഹാരമുണ്ടാകൂ. ഈ സംവിധാനം നിലവിൽ വരുത്തുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഗതാഗത വകുപ്പ് പൂർത്തിയാക്കുന്നതോടൊപ്പം KSRTC, പ്രൈവറ്റ് ബസ് ഓണേഴ്സ് അസോസിയേഷൻ എന്നിവരുമായി ചർച്ച നടത്തി നടപ്പിലാക്കേണ്ടതാണെന്ന് അഭ്യർത്ഥിച്ച് യാത്രക്കാരിൽ നിന്നും പ്രദേശവാസികളിൽ നിന്നും ഒപ്പുശേഖരണവും നടത്തി. 20-ാം വാർഡ് കൗൺസിലർ MS വിനയകുമാർ, മുൻ മേത്തല പഞ്ചായത്ത് പ്രസിഡന്റ് CPIM ലോക്കൽ കമ്മിറ്റി അംഗവുമായ CV ഉണ്ണികൃഷ്ണൻ, CPIM ലോക്കൽ കമ്മിറ്റി അംഗം CV സുവിന്ദ് എന്നിവർ സംസാരിച്ചു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. കേശദാനത്തിന് തയ്യാറായ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ കാരുണ്യ മനസ്സ് തിരിച്ചറിഞ്ഞ് ആൽഫ കൊടുങ്ങല്ലൂർ ലിങ്ക് സെന്റർ സീനിയർ നഴ്സും ക്യാൻസർ രോഗികൾക്കായി മുടി മുറിച്ചു നൽകി മാതൃകയായി. വീട്ടുകാരെ വിളിച്ചറിയിച്ച് അവരുടെ സഹകരണത്തോടെയാണ് കേശദാനം നടത്തിയത്. ആൽഫ പാലിയേറ്റീവ് കൊടുങ്ങല്ലൂർ ലിങ്ക് സെന്ററിന്റെ നേതൃത്വത്തിലാണ് അഴീക്കോട് മേനോൻ ബസാർ സ്വദേശി ചാലിൽ ഹാരിസ് മകൾ റംസിയ കേശദാനത്തിന് തയ്യാറായി വന്നത്. ഇതിനായി കൊടുങ്ങല്ലൂർ ലിങ്ക് സെന്റർ പ്രസിഡന്റ് KA ഖദീജ ബി, സീനിയർ നഴ്സ് MS ലിൻഡ, ഡ്രൈവർ സത്യൻ തോട്ടാരത്ത് എന്നിവർ ചേർന്ന് കൊടുങ്ങല്ലൂർ സെൻട്രോ മാളിലെ F സലൂൺ 23 എത്തിക്കുകയായിരുന്നു. ഇതിനിടെയാണ് സീനിയർ നഴ്സ് ലിൻഡയും തൻ്റെ മുടി മുറിച്ചു നൽകാനായി സന്നദ്ധത പ്രകടിപ്പിച്ചത്.
മുടി മുറിച്ചു നൽകാനുള്ള ആഗ്രഹം റംസിയ വീട്ടുകാരെ അറിയിക്കുകയും അവരുടെ പൂർണ്ണ സഹകരണത്തോടെ ജീവകാരുണ്യ പ്രവർത്തകനായ അബ്ദുൽ ഹമീദ് ആൽഫയുമായി ബന്ധപ്പെടുകയുമായിരുന്നു. പ്രസിഡന്റ് ഖദീജ ബിയുടെയും ഡ്രൈവർ സത്തിൻ്റെയും ഇടപെടലുകളെ തുടർന്ന് ഈ ആഗ്രഹം പ്രാവർത്തികമാക്കുകയായിരുന്നു. പാലിയേറ്റീവ് പ്രവർത്തനം എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് വിധത്തിൽ കൊണ്ടുനടക്കുന്ന ഒരു വ്യക്തിയാണ് ജിൻസ. ഇപ്പോൾ ഞങ്ങൾ റംസിയാടെ മുടി മുറിക്കാൻ വേണ്ടിയിട്ട് സത്യത്തിൽ കൂടെ ഞങ്ങൾ ഒന്നിച്ച് പോകുന്നതാണ് ടീമായിട്ട്. ഇവിടെ വന്നപ്പോൾ ലിൻസക്കും വളരെയധികം ആഗ്രഹം സ്വന്തം മുടിയും ഇങ്ങനെ മുറിച്ച് കൊടുക്കണം. കാരണം ഏറ്റവും ഒരു ക്യാൻസർ പേഷ്യൻ്റൊക്കെ ആണെങ്കിൽ അവരുടെ വേദനകൾ അറിയുകയും ചെയ്യുന്ന വ്യക്തി കൂടി എന്നുള്ള നിലയിൽ ലിൻസ അങ്ങനെ ചെയ്യാൻ തയ്യാറായപ്പോൾ ഈ സത്യത്തിൽ എനിക്കും കൂടി വളരെ അഭിമാനമാണ് തോന്നുന്നത്. എറിയാട് KVHS 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് റംസിയ. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. കൊടുങ്ങല്ലൂർ വാർഡ് കൗൺസിലറുടെ നേതൃത്വത്തിൽ നിർധനയായ വീട്ടമ്മ ഉർവശിക്ക് വീട് നിർമ്മിച്ചു നൽകി. നഗരസഭ 25ാം വാർഡ് കൗൺസിലർ VM ജോണിയുടെ നേതൃത്വത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച ഭവനത്തിന്റെ താക്കോൽദാന കർമ്മവും വിവിധ മേഖലയിൽ മികച്ച പ്രവർത്തനം നടത്തിയവരെ ആദരിക്കലും ബെന്നി ബെഹനാൻ MP നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ സുമിത നിസാഫ്, കൗൺസിലർമാരായ റസോജ ഹരിദാസ്, പ്രിൻസി മാട്ടി, കോൺഗ്രസ് നേതാക്കളായ TM നാസർ, ES സാബു, ആദരവ് ഏറ്റുവാങ്ങിയ വില്ലേജ് ഓഫീസർ പ്രശാന്ത്, JPHN, ഷീബ ജോർജ് എന്നിവർ സംസാരിച്ചു. മാള ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ സാമ്പത്തിക വർഷത്തിലേക്കുള്ള കരട് പദ്ധതി രേഖ അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച സെമിനാറിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോഷി കാഞ്ഞുത്തറയാണ് പദ്ധതി അവതരിപ്പിച്ചത്. VR സുനിൽകുമാർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ദീർഘവീക്ഷണത്തോടുകൂടിയിട്ടുള്ള വികസന രേഖയായിരിക്കണം നമ്മുടെ. നാളെ എന്ത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിരിക്കണം വികസനത്തിൻ്റെ രേഖ എന്ന് പറയുന്നത്. അത്തരത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇവിടെ നിങ്ങളുടെ മുന്നാകെ ഇത് അവതരിപ്പിക്കപ്പെടുന്നത്. പഴയ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒന്നാണ് ഇന്ന് നമ്മുടെ വികസന രേഖ എന്ന് പറയുന്നത്. പണ്ട് നിയമസഭയിൽ അവതരിപ്പിക്കുന്ന MLA-മാരും മന്ത്രിമാരും ഉൾപ്പെടെയുള്ളവർ ചർച്ച ചെയ്ത വികസന പ്രവർത്തനങ്ങൾ അത് പഞ്ചായത്തിൽ നടപ്പിലാക്കുക എന്നുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷിണി രാജീവ് മുഖ്യ അതിഥിയായി. ജനപ്രതിനിധികളായ സെലിൻ ജെയിംസ്, ജിജി ജോയ്, മാതിരപ്പിള്ളി, TK ജിനേഷ്, സാജൻ കൊടിയൻ, കാവ്യ രഞ്ജിത്ത്, ബിന്ദു റപ്പായി, സിന്ധു അശോക്, ഡൻസി ഡെൻപോൾ, സിനി, ബെന്നി, മറ്റു വാർഡംഗങ്ങൾ എന്നിവർ സംസാരിച്ചു. മാമ്പ്ര ഇസ്ലാമിക് സെന്ററിന്റെ നേതൃത്വത്തിൽ ഇഫ്താർ കിറ്റ് വിതരണം ചെയ്തു. ഇസ്ലാമിക് സെന്റർ പ്രസിഡന്റ് SK അസീസ് അധ്യക്ഷത വഹിച്ചു. ഹനീഫ മൗലവി, MB ഹംസ, PS സഹീർ, SK ഹാരിസ്, PM റഹീം തുടങ്ങിയവർ സംസാരിച്ചു. എറിയാട് പഞ്ചായത്തിലെ അഴീക്കോട് മുനക്കൽ മുസരിസ് ബീച്ചിലും തെരുവനായ ശല്യം ജനങ്ങളുടെ ജീവനും സഞ്ചാര സ്വാതന്ത്ര്യത്തിനും ഭീഷണിയായതിനെ തുടർന്ന് അഴീക്കോട് മനുഷ്യാവകാശ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഭരണസമിതിക്ക് ജനകീയ പരാതി നൽകുന്നതിന്റെ ഭാഗമായി ഒപ്പുശേഖരണവും ജനകീയ പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു. ജനങ്ങളിൽ നിന്ന് പരാതി കേൾക്കുകയും പ്രശ്ന പരിഹാരത്തിനായി നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു. പഞ്ചായത്തിന് കീഴിൽ സന്നദ്ധ പ്രവർത്തകർ, മൃഗസ്നേഹികൾ, ആരോഗ്യ പ്രവർത്തകർ, സാങ്കേതിക വിദഗ്ധർ എന്നിവരുടെ സമിതികൾ ഉണ്ടാക്കണമെന്നും ABC പ്രവർത്തനവും തെരുവനായർ ഷെൽട്ടറും ഉടൻ സ്ഥാപിക്കണമെന്നും ജനങ്ങളുടെ നിർദ്ദേശമായി വന്നു. പ്രതിഷേധ യോഗം പരിസ്ഥിതി പ്രവർത്തകൻ ധർമ്മരാജ് ഉദ്ഘാടനം ചെയ്തു. PV ബ്രിജിലാൽ അധ്യക്ഷത വഹിച്ചു. സിറാജ് ചിറക്കിൽ, PI അഷറഫ്, NB അജിതൻ, ശ്രീജ നന്ദകുമാർ, ഫൈസൽ വലിയറ എന്നിവർ സംസാരിച്ചു. തിരുവഞ്ചിക്കുളം ശിവപാർവ തിമണ്ഡപത്തിൽ കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാഗോപാല മന്ത്രാർച്ചനയും ദോഷപരിഹാര യജ്ഞവും നടത്തി. ജില്ലാ മാതൃസമിതി അധ്യക്ഷ ഡോക്ടർ ആശാലതയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ മാതൃപൂജ നടത്തി. യജ്ഞാചാര്യൻ ഗിരീഷ് ശാന്തി ചൊല്ലിക്കൊടുത്ത വിദ്യാഗോപാല മന്ത്രാർച്ചന വിദ്യാർത്ഥികൾ ഏറ്റുചൊല്ലി. മാതൃസമിതി ജില്ലാ കമ്മിറ്റി അംഗം സരിത പ്രദീപ് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പരിപാടിക്ക് സംസ്ഥാന സത്സംഗ് പ്രമുഖ് CM ശശീന്ദ്രൻ, ജില്ലാ സെക്രട്ടറി PR ഗോപിനാഥ്, ജില്ലാ ട്രഷറർ KA വെങ്കടേശ്വര പ്രഭു, സംസ്ഥാന ട്രഷറർ രാമസ്വാമി, രജിത എന്നിവർ നേതൃത്വം നൽകി. എറിയാട് ആറാട്ട് വഴിപ്പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു. സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് 205 ലക്ഷം രൂപ വകയിരുത്തി നിർമ്മിക്കുന്ന പാലം 8.10 മീറ്റർ നീളത്തിലും 4.50 മീറ്റർ കാരേജ് വേയും ഒരു ഭാഗത്ത് 0.90 മീറ്റർ വീതിയിൽ ഫുട്പാത്തും ഉൾപ്പെടെ ആകെ 6.15 മീറ്റർ വീതിയിലുമാണ് പാലം നിർമ്മിക്കുന്നത്. 5.30 മീറ്റർ നീളമുള്ള 3 സ്പാനുകളുള്ള ബോക്സ്
കൽവേർട്ടായിട്ടാണ് പാലത്തിന്റെ രൂപകൽപ്പന പൊതുമരാമത്ത് ചെയ്തിട്ടുള്ളത്. പാലത്തിന്റെ ഇരുഭാഗത്തും അനുബന്ധ റോഡ് നിർമ്മാണവും റോഡ് സുരക്ഷാ ക്രമീകരണവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എ ടി ടൈസൺ MLA അധ്യക്ഷത വഹിച്ച ചടങ്ങ് സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. എരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ, മതിലകം ബ്ലോക്ക് പ്രസിഡന്റ് TK രമേശ് ബാബു, ജില്ലാ പഞ്ചായത്ത് മെമ്പർ നൌഷാദ് കറുകപ്പാടത്ത്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാറ B ഉമ്മർ, മറ്റു ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ സംസാരിച്ചു. പുലിപ്പാറക്കുന്ന് ഗവൺമെന്റ് വെൽഫെയർ LP സ്കൂൾ വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും യാത്രയയപ്പ് സമ്മേളനവും നടത്തി. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ സ്മിത മനോജ് അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TS അഭിലാഷ് സമ്മാനദാനം നിർവഹിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്ത് അംഗം CM ബബീഷ്, കൊടകര BPC അനൂപ് C, PTA പ്രസിഡന്റ് ആതിര ഷനു, MPTA പ്രസിഡന്റ് അനഘ രാഗേഷ്, ഗോപി നിശാശ്ശേരി, റാണി ജോസഫ്, MT സോഫിയ, R ശ്രീകുമാർ എന്നിവർ പ്രസംഗിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുല്ലൂറ്റു പാലത്തിന് സമാന്തരമായി പുതിയ പാലത്തിന് 46.31 കോടി രൂപയുടെ കിഫ്ബി ഭരണാനുമതി, സാങ്കേതിക അനുമതി കൂടി ലഭിച്ചാൽ ടെൻഡർ നടപടികളിലേക്ക് കടക്കും. കൊടുങ്ങല്ലൂർ കീഴ്ത്തോടി ജംഗ്ഷനിലെ ബസ് സ്റ്റോപ്പുകൾ മാറ്റി സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ഒപ്പുശേഖരണം നടത്തി. ഒപ്പുശേഖരണം അപകട സാധ്യത ഏറെയുള്ള ജംഗ്ഷനിൽ ഒരു നിരന്തര പരിഹാരം ഉണ്ടാവണമെന്ന് ചൂണ്ടിക്കാട്ടി. കൊടുങ്ങല്ലൂർ വാർഡ് കൗൺസിലർ VM ജോണിയുടെ നേതൃത്വത്തിൽ നിർധനയായ വീട്ടമ്മ ഉർവശിക്ക് വീട് നിർമ്മിച്ചു നൽകി. ഭവനത്തിന്റെ താക്കോൽദാന കർമ്മം ബെന്നി ബഹനാൻ MP നിർവഹിച്ചു. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.